നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. യുക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും യുദ്ധഭൂമിയിൽ നിന്ന് ലോകരാജ്യങ്ങൾ പഠിച്ച ചില പാഠങ്ങളുണ്ട്. ആധുനിക യുദ്ധമുറകളിൽ വ്യോമ പ്രതിരോധം വെറും ഒരു സൈനിക ശേഷി മാത്രമല്ല, രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ നിർണ്ണയിക്കുന്ന തന്ത്രപ്രധാന ശക്തി കൂടിയാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയുടെ കടന്നാക്രമണങ്ങൾ വർദ്ധിച്ചതോടെ നഗരങ്ങളെയും സൈനിക താവളങ്ങളെയും സംരക്ഷിക്കാൻ കോടിക്കണക്കിന് ഡോളറാണ് വിവിധ രാജ്യങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി ഒഴുക്കുന്നത്. അടുത്തിടെയുണ്ടായ ഇറാൻ ഇസ്രായേൽ സംഘർഷം വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രാധാന്യം അടിവരയിട്ട് കാണിക്കുന്നതാണ്. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കൂട്ടത്തോടെയുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ഇസ്രായേൽ പ്രധാനമായും ആശ്രയിച്ചത് അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ 2, ആരോ 3 എന്നീ സംവിധാനങ്ങളായിരുന്നു. ഇതിന് പിന്തുണയുമായി US-ന്റെ താഡ് പേട്രിയറ്റ് സംവിധാനങ്ങളും അണിനിരന്നു. അതേസമയം ഹൈപ്പർസോണിക് കിൻഷാൽ ഉൾപ്പെടെയുള്ള റഷ്യൻ ബാലിസ്റ്റിക് മിസൈലുകളെ തടയുന്നതിൽ US നിർമ്മിത പേട്രിയറ്റ് സംവിധാനത്തിന്റെ പങ്കിനെ യുക്രൈൻ ആവർത്തിച്ച് പ്രശംസിച്ചിട്ടുണ്ട്. ഇന്ത്യ റഷ്യൻ നിർമ്മിത S-400 ട്രൈം വിന്യസിച്ചപ്പോൾ ചൈന തങ്ങളുടെ HQ-9 സംവിധാനം സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് തുടരുകയാണ്. ഈ സംവിധാനങ്ങളെല്ലാം തന്നെ മികച്ചത് എന്ന പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഇവയെ പരസ്പരം താരതമ്യം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. ഇതിലേതാണ് മികച്ചതെന്ന് ചോദിച്ചാൽ അതിനൊറ്റയടി ഉത്തരം പറയാനും സാധിക്കില്ല. ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് വ്യത്യസ്തമാണ് ഓരോന്നും. അത് പരിശോധിക്കാം. അമേരിക്ക വികസിപ്പിച്ചെടുത്ത പേട്രിയറ്റ് ലോകത്തിൽ വെച്ച് യുദ്ധരംഗത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുകയും കരുത്ത് തെളിയിക്കുകയും ചെയ്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ്. 1980-കളിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഈ സംവിധാനം നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായി ഇന്ന് 20-ലധികം രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ പേട്രിയറ്റ് PAC-3 പതിപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, തന്ത്രപ്രധാന ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ തകർക്കാനാണ്. ഇതിനായി ഹിറ്റ് ടു കിൽ രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് കേവലം ഒരു സ്ഫോടക വസ്തുവിനെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ശത്രുവിന്റെ മിസൈലിലേക്ക് നേരിട്ട് ഇടിച്ചു കയറി അതിനെ പൂർണ്ണമായി തകർക്കുകയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. യുക്രൈനിലും മിഡിൽ ഈസ്റ്റിലും അടുത്തിടെയുണ്ടായ സംഘർഷങ്ങൾ പേട്രിയറ്റിന്റെ കീർത്തി കൂടുതൽ വർദ്ധിപ്പിച്ചു. റഷ്യയുടെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളെയും ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെയും ഈ സംവിധാനം വിജയകരമായി പ്രതിരോധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും പേട്രിയറ്റിന്റെ ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് വലിയ ചിലവാണ് വരുന്നത്. കൂടാതെ പേട്രിയറ്റിന് സംരക്ഷിക്കാൻ കഴിയുന്ന പരിധി വളരെ ദീർഘദൂര പരിധിയുള്ള മറ്റ് സംവിധാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഒരേ സമയം വൻതോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മിസൈലുകളുടെ സ്റ്റോക്ക് കുറയുന്നത് ഇതിന് വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട്. റഷ്യയുടെ S-400 ട്രൈം ലോകത്തിലെ ഏറ്റവും ദീർഘദൂര പരിധിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ്. റഷ്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയുടെ നട്ടെല്ലായ ഇത് ഇന്ത്യ, ചൈന, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വ്യത്യസ്ത തലത്തിലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഒരേ സമയം ഉപയോഗിക്കാനുള്ള ശേഷിയാണ് S-400ന്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന്. തിരഞ്ഞെടുക്കുന്ന മിസൈലുകൾക്കനുസരിച്ച് 40 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ ഇതിന് നേരിടാൻ സാധിക്കും. ഇതിന്റെ അത്യാധുനിക റഡാർ ശൃംഖലയ്ക്ക് ഒരേ സമയം നൂറുകണക്കിന് ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും ഡസൻ കണക്കിന് ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിച്ച് തകർക്കാനും കഴിയും. ഇത് വിശാലമായ ഭൂപ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംവിധാനമാണ്. ഇന്ത്യ S-400 വിന്യസിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘദൂര വ്യോമ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദീർഘദൂര പരിധി, വിവിധ തലങ്ങളിലുള്ള ഇന്റർസെപ്റ്റർ ഓപ്ഷനുകൾ, ഉയർന്ന ലക്ഷ്യനിർണ്ണയശേഷി എന്നിവയ്ക്ക് ഈ സംവിധാനം പ്രശംസിക്കപ്പെടുന്നുണ്ടെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾക്കെതിരെ ഇതിന്റെ യഥാർത്ഥ പ്രകടനം എത്രത്തോളം ഉണ്ടാകുമെന്നതിൽ ഇപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇതിന്റെ അവകാശപ്പെടുന്ന പല ശേഷികളും നിർമ്മാതാക്കളുടെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൂടാതെ ഇതിന്റെ ഫലപ്രാപ്തി റഡാർ സംയോജനത്തെയും ഇലക്ട്രോണിക് യുദ്ധ സാഹചര്യങ്ങളെയും വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് അഥവാ താഡ് എന്നറിയപ്പെടുന്ന സംവിധാനം പേട്രിയറ്റിൽ നിന്നും S-400ൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ചുമതലയാണ് നിർവഹിക്കുന്നത്. ഇടത്തരം ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ അവസാന ഘട്ടത്തിൽ പലപ്പോഴും ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തു വെച്ച് തന്നെ തടഞ്ഞു നശിപ്പിക്കാനാണ് ഈ സംവിധാനം പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പേട്രിയറ്റ് PAC-3 പോലെ താടും ഹിറ്റ് ടു കിൽ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതായത് സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ വാർഹെഡിന് പകരം നേരിട്ടിടിച്ചാണ് ഇത് ശത്രു മിസൈലുകളെ തകർക്കുന്നത്. പരീക്ഷണങ്ങളിൽ വളരെ ഉയർന്ന വിജയ ശതമാനം തെളിയിച്ചിട്ടുള്ള ഈ സംവിധാനം ദക്ഷിണ കൊറിയ, ഗുവാം, ഇസ്രായേൽ തുടങ്ങിയ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. വളരെ ഉയർന്ന ഉയരത്തിൽ വെച്ച് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ശേഷിയാണ് താടിന്റെ ഏറ്റവും വലിയ കരുത്ത്. ഇത് ഇത്തരത്തിലുള്ള ഭീഷണികൾക്കെതിരെ വലിയൊരു സുരക്ഷ ഉറപ്പ് നൽകുന്നു. എന്നിരുന്നാലും ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടതായതിനാൽ ഇതിന്റെ പ്രവർത്തന വൈവിധ്യം പരിമിതമാണ്. പേട്രിയറ്റ് അല്ലെങ്കിൽ S-400 എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി ഇതിന് യുദ്ധവിമാനങ്ങളെയോ താഴ്ന്നു പറക്കുന്ന ക്രൂയിസ് മിസൈലുകളെയോ നേരിടാൻ കഴിയില്ല. ഇസ്രായേലിന്റെ അയൺ ഡോം പോലെ ലോക ശ്രദ്ധ നേടിയ മറ്റൊരു ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനമില്ല. വരുന്ന ഒരു മിസൈലോ റോക്കറ്റോ ജനവാസ മേഖലയിൽ പതിക്കാൻ സാധ്യതയുണ്ടോ എന്ന് കണക്കൂട്ടുന്ന ഇതിന്റെ അത്യാധുനിക ബാറ്റിൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയറാണ് അയൺ ഡോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന്. വരുന്ന ലക്ഷ്യം ഭീഷണിയല്ലെന്ന് കണ്ടെത്തിയാൽ എല്ലാ ലക്ഷ്യങ്ങളെയും ആക്രമിക്കുന്നതിന് പകരം സിസ്റ്റം അതിന്റെ ഇന്റർസെപ്റ്റർ മിസൈലുകളെ കരുതി വെക്കുന്നു. ഒരേ സമയം വലിയ തോതിൽ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തന ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ ഈ സവിശേഷമായ പ്രതിരോധ രീതി സഹായിക്കുന്നു. നിരവധി സംഘർഷങ്ങളിൽ 90% വിജയ ശതമാനം അയൺ ഡോം കൈവരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. റോക്കറ്റുകൾ, ഡ്രോണുകൾ, മറ്റ് ഹ്രസ്വദൂര
ആയുധങ്ങൾ എന്നിവയ്ക്കെതിരെ ഇത് അങ്ങേയറ്റം ഫലപ്രദമാണെങ്കിലും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല. അതുപോലെ ഒരേ സമയം അതിശക്തമായ രീതിയിലുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ലഭ്യമായ ഇന്റർസെപ്റ്ററുകളുടെ എണ്ണത്തെ മറികടന്നുകൊണ്ട് ഈ സംവിധാനത്തെ വെല്ലുവിളിക്കാൻ ശത്രുക്കൾക്ക് സാധ്യമാകാറുണ്ട്. ചൈനയുടെ പ്രധാന ദീർഘദൂര ഉപരിതല വ്യോമ മിസൈൽ സംവിധാനമാണ് HQ-9. റഷ്യയുടെ S-300, S-400 എന്നിവയുമായിട്ടാണ് ഇത് പലപ്പോഴും താരതമ്യം ചെയ്യപ്പെടാറുള്ളത്. വിദേശ സാങ്കേതിക വിദ്യകളിൽ നിന്നുള്ള ആശയങ്ങൾക്കൊപ്പം തദ്ദേശമായ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത HQ-9 വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ചിലതരം ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികൾ എന്നിവയെ പ്രതിരോധിക്കാൻ കഴിയും. ആഗോള പ്രതിരോധ വിപണിയിൽ ചൈനയുടെ വളർന്നു വരുന്ന സാന്നിധ്യം പ്രതിഫലിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദീർഘദൂര പരിധിയും ആധുനിക റഡാർ സംവിധാനങ്ങളും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ നേരിടാനുള്ള ശേഷിയും HQ-9 സമ്മേളിച്ചിരിക്കുന്നു. എന്നിരുന്നാലും പേട്രിയറ്റ് അല്ലെങ്കിൽ അയൺ ഡോം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധരംഗത്ത് ഇതിന്റെ പ്രകടനം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യമായി ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നതും ചില സംശയങ്ങളും ബാക്കിയാക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവകാശപ്പെടുന്ന പല ശേഷികളും സ്വതന്ത്രമായി പരിശോധിച്ചുറപ്പിക്കുക എന്നത് പ്രയാസകരമാണ്. ഈ പറഞ്ഞവയിൽ എല്ലാം വെച്ച് തന്നെ ഏത് സിസ്റ്റമാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് എന്നത് പൂർണ്ണമായും ആ സന്ദർഭത്തെ ആശ്രയിച്ച് മാത്രമാണ് നിലനിൽക്കുന്നത്. എങ്കിലും റോക്കറ്റുകൾ, ആർട്ടിലറി ഷെല്ലുകൾ, ഡ്രോണുകൾ എന്നിവയിൽ നിന്നാണ് പ്രധാന ഭീഷണിയെങ്കിൽ അയൺ ഡോം തന്നെയാണ് ഏറ്റവും മികച്ചത്. ചൈനയുടെ HQ-9 ഒരു മികച്ച ദീർഘദൂര പ്രതിരോധ സംവിധാനമായി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും പേട്രിയറ്റ്, അയൺ ഡോം തുടങ്ങിയ സിസ്റ്റങ്ങളെ പോലെ വിപുലമായ ഒരു യുദ്ധകാല ചരിത്രം ഇതിന് അവകാശപ്പെടാനില്ല. ഒരുപക്ഷെ യുക്രൈനിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും എല്ലാത്തരം വ്യോമാക്രമണ ഭീഷണികളെയും ഒറ്റയ്ക്ക് ചേർക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. ഭാവി നിലനിൽക്കുന്നത് ബഹുതല പ്രതിരോധത്തിലാണ്. ആധുനിക സൈന്യങ്ങൾ ഇപ്പോൾ ബഹുതല വ്യോമ പ്രതിരോധ ശൃംഖലകൾ നിർമ്മിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.